വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാനുള്ള അപേക്ഷ കോടതി ഫയലിൽ സ്വീകരിച്ചു. ഇരുവിഭാഗത്തെയും കേട്ട ശേഷമാകും മോചനത്തിനുള്ള നടപടിക്രമങ്ങൾ കോടതി ആരംഭിക്കുക. പെരുന്നാൾ അവധി കഴിഞ്ഞ് ഇന്നലെ കോടതി തുറന്നപ്പോൾ തന്നെ അബ്ദുറഹീമിനെ മോചിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. അബ്ദുറഹീമിന്റെ അഭിഭാഷകൻ ഇന്നലെ കോടതിയിലെത്തിയിരുന്നു. അബ്ദുറഹീമിന്റെ പരിചരണത്തിലിരിക്കെ മരിച്ച സൗദി ബാരന്റെ കുടുംബം ആവശ്യപ്പെട്ട ദിയാധനം റെഡിയാണെന്ന് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ഓൺലൈൻ വഴിയാണ് ഇക്കാര്യം അറിയിച്ചത്. അപേക്ഷ കോടതി സ്വീകരിച്ചതായി വാദിഭാഗം അഭിഭാഷകൻ അറിയിച്ചതായി ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ യൂസുഫ് കാക്കഞ്ചേരിയും റഹീമിന്റെ കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോർണിയായ സിദ്ദീഖ് തുവൂരും പറഞ്ഞു. ഈ വിഷയത്തിൽ ഇനി കോടതി ഇരുവിഭാഗത്തെയും കേൾക്കും. ദിയാധനം സ്വീകരിച്ച് അബ്ദുറഹീമിന് മാപ്പ് നൽകാൻ ഇരു കക്ഷികളും ഒപ്പുവെക്കുന്ന കരാർ ആഭ്യന്തര മന്ത്രാലയം വഴി കോടതിയിലെത്തിയാൽ കോടതി തുടർ നടപടികളിലേക്ക് കടക്കും. അബ്ദുറഹീമിന്റെ വധശിക്ഷ റദ്ദാക്കി ജയിൽ മോചിതനാക്കാനുള്ള ഉത്തരവ് കോടതിയിൽ നിന്നുണ്ടാകും. അതേസമയം 34 കോടി രൂപ നാട്ടിൽ നിന്ന് സൗദിയിലെത്തിക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ്. വിദേശകാര്യ മന്ത്രാലയം വഴി സൗദിയിലെ ഇന്ത്യൻ എംബസിയുടെ അക്കൗണ്ടിൽ ഫണ്ട് എത്തിച്ച് സൗദി കുടുംബത്തിന് കൈമാറാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. ജലീൽ കണമംഗലം, 24 ജിദ്ദ.